മുഖ്യമന്ത്രി പിണറായി വിജയന് അടിതെറ്റിയിരിക്കുകയാണ്. അടിതെറ്റിയാൽ ആനയും വീഴുമെന്ന് കേട്ടിട്ടില്ലേ? പക്ഷേ പിണറായി വിജയൻ വീണത് എം.ആർ. അജിത് കുമാർ കാരണമാണ്. ADGP എം.ആർ. അജിത് കുമാറിനെ പോലീസിന്റെ തലപ്പത്തേക്ക് തന്നെ കൊണ്ടുവരും. താക്കോൽ സ്ഥാനത്തേക്ക് ഉടൻ തന്നെ ഏമാൻ എത്തും എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. എന്തൊക്കെയോ കാട്ടി മുഖ്യമന്ത്രിയെ ADGP ഭയപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ശക്തമാകുകയാണ്. ഇനി മകളെ കൊടുക്കാനുള്ളത് വല്ലതും ADGPയുടെ കയ്യിലുണ്ടോ? അല്ലെങ്കിൽ പിണറായി വിജയന്റെ കുടുംബത്തിന്റെ സകലമാന അഴിമതികളും കൃത്യമായി അറിയാവുന്ന ആളാണ് ADGP എന്നുള്ള ഒരു പരിഹാസവും ആരോപണവും ഒക്കെയുണ്ട്. അത് CPM-ൽ നിന്ന് തന്നെ പുറത്തേക്ക് വരുന്ന ആരോപണമാണ്. അപ്പോൾ എന്തൊക്കെയോ കാട്ടി ADGP മുഖ്യമന്ത്രിയെ ഒന്ന് ഭയപ്പെടുത്തി ഇരുത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു നീക്കമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. എം.ആർ. അജിത് കുമാറിന് താമസിയാത്ത പോലീസിന്റെ താക്കോൽ സ്ഥാനം നൽകുമെന്നുള്ളത് ഉറപ്പായിരിക്കുന്നു. ഇതിനുവേണ്ടി ADGP എം.ആർ. അജിത് കുമാറിനെതിരെയുള്ള എല്ലാ അന്വേഷണവും ഉടൻ പൂർത്തിയാക്കണമെന്ന് DGP അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തനിക്കെതിരായ എല്ലാ ആരോപണവും അന്വേഷിക്കണമെന്ന് അജിത് കുമാറും കഴിഞ്ഞ ദിവസം പോലീസ് മേധാവിയോട് ആവശ്യപ്പെട്ടിരുന്നു. ആർക്കെതിരെ ആരാണ് അന്വേഷണം നടത്തുന്നത്? നമുക്ക് പ്രഹസനമാണ് തോന്നുന്നത്. എം.ആർ. അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്തും എന്ന് പറഞ്ഞിട്ട് കീഴുദ്യോഗസ്ഥനെ കൊണ്ടാണ് അന്വേഷണം നടത്തിപ്പിക്കുന്നത്. അതിനേക്കാൾ വലിയ പ്രഹസനമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ അജിത് കുമാർ തന്നെ ശിങ്കിടികളെ ഇറക്കി ഒരു അന്വേഷണം നടത്തും, അനുകൂലമായ ഒരു റിപ്പോർട്ടും ഉണ്ടാക്കും. അജിത് കുമാറിനെതിരെ PV അൻവർ MLA ഉന്നയിച്ച അഴിമതി ആരോപണങ്ങളിൽ വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ബാക്കിയുള്ള ആരോപണങ്ങളിലും അതിവേഗം അന്വേഷണം പൂർത്തിയാക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ക്രമസമാധാന പാലന ചുമതലയുണ്ടായിരുന്ന അജിത് കുമാറിന്റെ ഭാഗത്ത് പൂരം സുരക്ഷയിൽ വീഴ്ച സംഭവിച്ചോ എന്നത് സംസ്ഥാന പോലീസ് മേധാവിയാണ് അന്വേഷിക്കുന്നത്. പറച്ചിൽ മാത്രമേ ഉള്ളൂ സംസ്ഥാന പോലീസ് മേധാവി അന്വേഷിക്കുന്നു എന്നുള്ളത്. എന്നാൽ അന്വേഷണം നടത്തുന്നതാകട്ടെ അജിത് കുമാറിനും താഴെയുള്ള ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ടാണ്. പൂരം കലക്കലിലെ ഗൂഢാലോചന വിശദമായി അന്വേഷിച്ച് കേസെടുക്കാൻ ക്രൈംബ്രാഞ്ച് മേധാവിയെയും മറ്റു വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ വീഴ്ച പരിശോധിക്കാൻ ഇന്റലിജൻസ് മേധാവിയെയും സർക്കാർ ചുമതലപ്പെടുത്തി. അജിത് കുമാറിന്റെ അവിഹിത സ്വത്ത് സമ്പാദനം വിജിലൻസ് അന്വേഷിച്ചു. അന്വേഷണം പൂർത്തിയായിട്ടുണ്ട്. ഈ റിപ്പോർട്ട് ഉടൻ പോലീസ് മേധാവിക്ക് കൈമാറും. എത്രയും വേഗം ബാക്കി അന്വേഷണം പൂർത്തിയാക്കണം. ഇനിയുള്ള ഒരന്വേഷണവും ഈ മാസം പൂർത്തിയാകില്ലെന്ന് കണ്ടാണ് വേഗത്തിലാക്കാൻ നിർദ്ദേശിച്ചത്. അതിനിടെ വിജിലൻസ് അന്വേഷണം നീട്ടാനും നീക്കമുണ്ടെന്ന സൂചന സർക്കാരിന് കിട്ടിയിട്ടുണ്ട്. പുതിയ പല ന്യായങ്ങളും ഉയർത്താനാണ് നീക്കം. 100-ലേറെ കേസുകളാണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ളത്. അതിൽ 50-ലേറെ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഓരോ കേസും വിശദമായി അന്വേഷിക്കണമെങ്കിൽ കുറഞ്ഞത് 6 മാസം വേണ്ടിവരുമെന്ന് വിജിലൻസ് ഉദ്യോഗസ്ഥർ പറയുന്നു. ഈ സാഹചര്യത്തിലാണ് പുതിയ നീക്കം. 3-4 കേസുകൾ സാമ്പിളായി പരിശോധിച്ച ശേഷം പൊതു കണ്ടെത്തലായി അന്വേഷണം അവസാനിപ്പിക്കാനാണ് വിജിലൻസ് ആദ്യം തീരുമാനിച്ചിരുന്നത്. ഇത് അട്ടിമറിക്കാൻ നീക്കമുണ്ടെന്നാണ് സർക്കാർ സംശയം. പൂരം അലങ്കോലപ്പെട്ടതിൽ അജിത് കുമാർ നൽകിയ റിപ്പോർട്ടിലെ കണ്ടെത്തലിനെതിരെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ രംഗത്തെത്തിയിരുന്നു. പൂരത്തിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘവും അന്വേഷണം പൂർത്തിയാക്കാൻ സമയമെടുക്കും. ഈ സാഹചര്യത്തിലാണ് അന്വേഷണം ഉടൻ തീർക്കാൻ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. പൂരസ്ഥലത്ത് സംഘർഷമുണ്ടായ സമയത്ത് 2 പോലീസുകാരുടെ കസ്റ്റഡിയിലാണ് ആംബുലൻസ് ഉണ്ടായിരുന്നത്. മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം അവരാണ് സുരേഷ് ഗോപിക്ക് ആംബുലൻസ് വിട്ടു നൽകിയതെന്നും ആരോപണമുണ്ട്. ഈ സാഹചര്യത്തിലാണ് എന്നെക്കുറിച്ച് ഉയരുന്ന ആരോപണങ്ങൾ എന്ത് വേണമെങ്കിലും അന്വേഷിക്കാം, അന്വേഷണത്തിലൂടെ എല്ലാം തെളിയണമെന്ന് പോലീസ് മേധാവിയോട് ആവശ്യപ്പെട്ട് ADGP നിലപാട് വ്യക്തമാക്കിയത് എന്നാണ് വിവരങ്ങൾ. നിലവിൽ ബറ്റാലിയൻ ADGP-യായ അജിത് കുമാർ അവധിയിലാണ്. 28-നെ തിരുവനന്തപുരത്ത് എത്തുകയുള്ളൂ. അജിത് കുമാറിനെതിരായ വിജിലൻസ് അന്വേഷണത്തിലെ വിശദാംശങ്ങൾ പുറത്തു വന്നിരുന്നു. അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകുന്നതാണ് ഈ റിപ്പോർട്ട്. ഇത് വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറിയിട്ടുമുണ്ട്. ഇതിനൊപ്പം സ്വർണ്ണക്കടത്തിലെ കള്ളമൊഴി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്റലിജൻസ് ADGP P. വിജയനും പോലീസ് മേധാവിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ഈ കത്ത് ആഭ്യന്തര വകുപ്പിന്റെ പരിഗണനയിലാണ്. അതിനിടെയാണ് തനിക്കെതിരെ എല്ലാ ആരോപണങ്ങളും അന്വേഷിക്കണമെന്ന് ആവർത്തിച്ചുകൊണ്ട് ADGP രംഗത്ത് വന്നത്. അജിത് കുമാറിന് DGP ഗ്രേഡ് നൽകാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വിവാദങ്ങൾ ഓരോന്നായി പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.